നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ശക്തന്റെ തട്ടകത്തെ ഇളക്കി മറിച്ച് പുലികളി ആവേശം. സ്വരാജ് റൗണ്ടിൽ താളമേള കമ്പടിയോടെ ചുവടുവെച്ച് പുലികൾ. നഗരത്തെ വിറപ്പിച്ച് 9 പുലിമടകളിൽ നിന്നായി എത്തിയത് 450-ലധികം പുലികൾ. സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നേപ്പാളിൽ വൻ പ്രതിഷേധം. 14 മരണം, 100-ലേറെ പേർക്ക് പരിക്ക്. ജൻസി പ്രക്ഷോഭത്തെ നേരിടാൻ പട്ടാളം. കാഠ്മണ്ഡുവിലും പൊഖ്രയിലും കർഫ്യൂ. അടിയന്തര യോഗം വിളിച്ച് സർക്കാർ. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. 2022-ൽ തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ മർദ്ദിച്ചുവെന്ന് ഹൃദ്രോഗിയായ മുരളീധരൻ. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കടവന്ത്ര സിഐ PM രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ്. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ 62-കാരനെ അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് അകാരണമായി മർദ്ദിച്ചുവെന്ന് പരാതി. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. അഞ്ച് വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള സ്കൂൾ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി വിധിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുനഃപരിശോധനാ ഹർജി നൽകും. വിധി ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാർ കാർഡ് 12ാമത്തെ രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. പൗരത്വത്തിനുള്ള രേഖ ആധാർ അല്ലെന്നും കോടതി. ആധാർ രേഖയായി അംഗീകരിക്കണമെന്ന നിർദ്ദേശം താഴെത്തട്ടിലേക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. കേരള ഹൈക്കോടതിക്കെതിരെ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീംകോടതി. ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ മറികടന്ന് നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്നുവെന്ന് വിമർശനം. ഈ സാഹചര്യം മറ്റൊരു കോടതികളിലും ഇല്ലെന്നും പരാമർശം. നിയമവശങ്ങൾ പരിശോധിക്കാനായി കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതിൽ വൻ സംഘർഷം. നേപ്പാളിലുണ്ടായ ജൻസി പ്രക്ഷോഭത്തിൽ 16 പേർ മരിച്ചു. സംഘർഷത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റു. ലക്ഷക്കണക്കിന് യുവതിയുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. കാഠ്മണ്ഡുവിലടക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്ന് ചെറുപ്പക്കാർ പറഞ്ഞു. പലയിടത്തും ലാത്തിച്ചാർജും വെടിവെപ്പും ഉണ്ടായി. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ അടിയന്തര യോഗം വിളിച്ചു. യുവാക്കളുടെ പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ. പ്രധാന നഗരങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അതിനിടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടക്കാൻ സമരക്കാർ ശ്രമിച്ചു. സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുകയാണ്. നിലവിൽ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം കൂടുതൽ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. കാഠ്മണ്ഡുവിലും പൊഖ്രയിലും കർഫ്യൂ പ്രഖ്യാപിച്ചു. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. 2022-ൽ മധു ബാബു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചുവെന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരനായ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2022 ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധു ബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുരളീധരനെതിരെ പരാതിയുണ്ടായിരുന്നു. ഈ കേസിലാണ് ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തെന്നാണ് മുരളീധരന്റെ പരാതി. വളരെ സുഖിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എന്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. മധുബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ ഉന്നതർ മുഖാന്തരം മധുബാബു ഇടപെടൽ നടത്തിയെന്നും മുരളീധരൻ ആരോപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ 62-കാരനെ പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ അകാരണമായി മർദ്ദിച്ചുവെന്ന് പരാതി. സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടുന്നില്ല എന്ന് പുള്ളിക്കൽ സ്വദേശി
പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നു. അടൂർ പള്ളിക്കൽ സ്വദേശി വി ബാബുവിന് നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായിരുന്നു. അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മെയ് 27-ാം തീയതി സിഐയുടെ മധ്യസ്ഥതയിൽ സംഭവം ഒത്തുതീർപ്പായി. തുടർന്ന് പരാതികളൊന്നുമില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് സിഐ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ സമയം സ്റ്റേഷനിലേക്ക് കയറി വന്ന എസ്ഐ അനൂപ് ചന്ദ്രൻ ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിച്ചു എന്നാണ് പരാതി. സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ എവിടുന്നോ അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും പിന്നെ എന്നെ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ പിന്നെ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി പിന്നെ അത് മുറിവിന് മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുത് എന്നും സ്റ്റേഷന് പുറത്തുനിന്ന് ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞു. എന്നാൽ ഭാര്യയെയും അസഭ്യം പറഞ്ഞ എസ്ഐ ജാതീയമായി അധിക്ഷേപിച്ചെന്നും ബാബു പറയുന്നു. ദളിത് സംഘടനാ പ്രവർത്തകർ കൂടിയാണ് ബാബുവും ഭാര്യയും. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും എസ്ഐക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. സംഭവത്തിന് പിന്നാലെ എസ്ഐയെ സ്ഥലം മാറ്റിയെന്നും മറ്റു പരാതികൾ ഒത്തുതീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സമീപിക്കുന്നതായി ബാബു പറയുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കം റിപ്പോർട്ട് തേടിയെങ്കിലും ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുന്നതായും സംഭവ ദിവസത്തെ CCTV ദൃശ്യം ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ലെന്നും ബാബു പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കടവന്ത്ര CI PM രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് നോട്ടീസ് നൽകിയത്. രതീഷ് പീച്ചി SI ആയിരുന്നപ്പോഴാണ് സ്റ്റേഷൻ മർദ്ദനം നടന്നത്. 15 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. തൃശൂരിലെ പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പ, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് കേസ്. SI ആയിരുന്ന PM രതീഷാണ് പ്രതി. 2023 മെയ് 24 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഏറെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം 2024 ഓഗസ്റ്റ് 14 കിട്ടിയത്. ദക്ഷിണ മേഖല IGയുടെ ഓഫീസിൽ ഈ കേസിന്റെ ഫയൽ മാസങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. അഡീഷണൽ SP ശശിധരന്റെ അന്വേഷണത്തിൽ രതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഫയലിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടിയെടുത്തിരുന്നില്ല. ഇപ്പോൾ വാർത്ത പുറത്തുവരികയും ചർച്ചയാകുകയും ചെയ്തതോടെ രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ IG നിർദ്ദേശം നൽകി. നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്ത് പോലീസിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ സന്ദീപിന്റെ ചവറ തെക്കുംഭാഗത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകരെ വീടിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സന്ദീപിന്റെ വീടിന് സുരക്ഷ ഒരുക്കിയിരുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് ചാടിക്കടന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ റോഡിൽ കിടന്നു പ്രതിഷേധിച്ചു. സന്ദീപിന്റെ വീടിന് മുന്നിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. പോലീസുകാരെ കായികമായി നേരിടുമെന്നും ക്രിമിനൽ പോലീസിന് നേതൃത്വം നൽകുന്നത് ക്രിമിനൽ മുഖ്യമന്ത്രിയാണ് എന്നും അബിൻ വർക്കി ആരോപിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റ് ഗേറ്റ് ചാടിക്കടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടി പോലീസിനെ വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. വരുതിയിൽ വരാത്തവരെ ആക്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. CPM ആജ്ഞാനുവർത്തികൾ അല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴായിട്ട് ഉയർത്തിയ വിഷയം തന്നെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. മുഖ്യമന്ത്രി പോലീസിൻ്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വരുതിയിൽ ആരെങ്കിലും നിൽക്കുന്നില്ല, നിയമപരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ
അവരെ ആക്രമിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. അത് നമ്മൾ തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൻ്റെ സ്ഥലത്ത് കണ്ടു. CPM ആജ്ഞാനുവർത്തികളല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ല. ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന പോലീസുകാർ എത്ര നിയമലംഘനം നടത്തിയാലും അവരെ സംരക്ഷിക്കുന്നു. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അത് കുന്നംകുളത്തോ അല്ലെങ്കിൽ പീച്ചിയിലോ മാത്രമല്ല, പല സ്റ്റേഷനിലും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ കോൺഗ്രസ് 10-ാം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. കസ്റ്റഡി മർദ്ദനത്തിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സേനയിൽ നിലനിർത്താൻ യോഗ്യതയില്ലാത്ത ചിലരുണ്ട്, അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ചില നമുക്ക് ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ, നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. ഈ കേസ് മാത്രമല്ല, എല്ലാ കേസിലും നടപടി ഉണ്ടാവും. അങ്ങനെയൊന്നും പോലീസ് സ്റ്റേഷൻ പ്രതികളെ വിളിച്ചുകൊണ്ടൊന്നും മർദ്ദിക്കാനും ശിക്ഷിക്കാനുള്ള അവകാശമില്ല. കോടതിക്കാണ് ശിക്ഷിക്കാനുള്ള അവകാശമുള്ളത്. ഏതെങ്കിലും പോലീസുകാരൻ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയമല്ല. അത് ഈ ഗവൺമെന്റ് മോശപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളതാണ്. മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കും. ശക്തന്റെ തട്ടകത്തെ ഇളക്കിമറിച്ച് പുലികൾ. നഗരത്തെ വിറപ്പിക്കാനായി 9 പുലിമടകളിൽ നിന്ന് 450-ലധികം പുലികളാണ് ഇറങ്ങിയത്. ചുവടുവെച്ച പുലികൾ തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയതോടെ ആവേശം ഇരട്ടിയായി. ഇത്തവണ 9 സംഘങ്ങളിലും ആവേശമാകാൻ കുട്ടിപ്പുലികളും ഇടം പിടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേർ പുലികളി കാണാനായി തൃശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഹരീഷ് നാരായണൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഹരീഷ്, തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ പുലികളി നടക്കുന്ന ദിവസം. ഓണാഘോഷത്തിൻ്റെ ഒരു അവസാനം. ഒപ്പം വലിയ ആവേശത്തോടെ തൃശ്ശൂർക്കാർ ഈ ആഘോഷത്തെ ഏറ്റെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പുലികളി ചുവടുവയ്പ്പൊക്കെ മുന്നോട്ട് പോകുന്നത്? അഖില, നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ കാണാം. മഴവിൽ അഴകിൽ അല്ലെങ്കിൽ മഴവിൽ നിറത്തിലാണ് ഓരോ പുലികളും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. പച്ച, ഓറഞ്ച്, ചുവപ്പ്, റോസ് എന്ന് വേണ്ട എല്ലാ നിറങ്ങളും ചാലിച്ച് അത് ദേഹത്ത് പുരട്ടിയുള്ള ആ ഒരു പുലികളി അത് എല്ലാവർക്കും വളരെ വർണ്ണാഭമായ കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. നേരം ഇരുട്ടി തുടങ്ങി, ഈ സൂര്യൻ താണു തുടങ്ങി. ഇപ്പോഴും ആളുകളുടെ വരവിന് കുറവില്ല. ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്വരാജ് റൗണ്ടിനെ വലം വെച്ച് സ്വരാജ് റൗണ്ട് മുഴുവൻ ജനസാഗരമായി മാറിയിരിക്കുന്ന കാഴ്ച. വ്യത്യസ്ത നിറങ്ങളിലുള്ള, വ്യത്യസ്ത ഭാവങ്ങളിലുള്ള, വ്യത്യസ്ത വലിപ്പത്തിലുള്ള പുലികൾ ഓരോന്നായി ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ ഒരു കാഴ്ച കാണാൻ തന്നെയാണ് ആളുകൾ എത്തുന്നത്. ഈ ഒരു ഓരോ മണിക്കൂറും കഴിയും തോറും കൂടുതൽ ഹരം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആഹ്ലാദവും ആവേശവും ഒക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ആ ഒരു കാഴ്ച അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിവിധ നിറങ്ങളിലുള്ള ആ പുലികൾ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ നിറങ്ങൾ ആ പുലികളിൽ ഉണ്ടായിരുന്നു. അതായത് കൂടുതൽ നിറങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഓരോ സംഘവും ശ്രമിച്ചു എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ സ്വാഭാവികമായി കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പുലികളായിരുന്നു കൂടുതലെങ്കിൽ ഇത്തവണ കൂടുതൽ വർണ്ണാഭമാക്കിയിട്ടുണ്ട്. അത് പച്ച നിറം, ഓറഞ്ച് നിറം, റോസ് നിറം തുടങ്ങി വ്യത്യസ്ത നിറങ്ങളുള്ള പുലികളെ കൂടി നമുക്ക് ഈ ഒരു പുലികളിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പുതുമ ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. വരയൻ പുലികളും അതുപോലെ പുള്ളിപ്പുലികളും വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ ഡിസൈനുകളുള്ള പുലികൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വ്യത്യസ്തമാർന്ന ടാബ്ലോകളും നമുക്ക്
നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ടാബ്ലോകളും അത് ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അത് ചരിത്രമാകാം, അല്ലെങ്കിൽ അത് പുരാണമാകാം, ഐതിഹ്യമാകാം. അത്തരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ഉണർത്തുന്ന രീതിയിലുള്ള, അതിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിലുള്ള വ്യത്യസ്ത രൂപങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആ രൂപങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് തടിച്ചു കൂടുന്നത്. ഈ ഒരു സന്ധ്യ മയങ്ങുന്ന നേരത്ത് ആളുകൾ കാത്തിരിക്കുന്നത് കൂടുതൽ ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള LED ടാബ്ലോകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം ഈ ഒരു സന്ധ്യ ആകുന്നതോടുകൂടി, ഇരുട്ടാവുന്നതോടുകൂടി തന്നെ അത്തരത്തിലുള്ള പുതിയ ലൈറ്റുകൾ അല്ലെങ്കിൽ LED വർക്കുകളൊക്കെ വളരെയധികം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ആ ഒരു അവസാന സമയങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ സസ്പെൻസുകൾ അല്ലെങ്കിൽ പുതുമകളൊക്കെ ഓരോ സംഘവും ഓരോ ദേശവും പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവിടെ ഓരോ ഈ പൂര കമ്പക്കാരും അതോടൊപ്പം തന്നെ ഈ ഒരു പുലിക്കളി കമ്പക്കാരും എന്നുള്ളതാണ്. തൃശ്ശൂർ ഒന്നടങ്കം ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. നിരവധി ആളുകളാണ്. നമുക്ക് ഈ ഒരു റൗണ്ട് നോക്കിയാൽ കാണാം, ആ അങ്ങോട്ടേക്കുള്ള MG റോഡ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് റോഡ് നമുക്ക് കാണാൻ സാധിക്കില്ല, അത്രത്തോളം ആളുകളാണ് ഇടതൂർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. റോഡ് മുഴുവൻ ജനസാഗരമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഈ ഒരു പുലി കളിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു പ്രദേശം, ഈ റൗണ്ട് ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ പ്രദേശത്തും ഇത്തരത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ച, ജനനിബിഡമായ ജനസാഗരമായ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും ആളുകളുടെ കുറവ് ഒരിക്കലും ഈ ഒരു വർഷത്തെ പുലികളിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വാശിയേറെ പോരാട്ടം, അത് അയ്യന്തോൾ ദേശമാണെങ്കിലും കുട്ടംകുളങ്ങര ദേശമാണെങ്കിലും സീതാറാമിൽ ദേശമാണെങ്കിലും ചക്കാമുക്ക് ദേശമാണെങ്കിലും നായ്ക്കനാലാണെങ്കിലും യുവജന സംഘമാണെങ്കിലും ശങ്കരൻ കുളങ്ങര അല്ലെങ്കിൽ വെളിയന്നൂര് അല്ലെങ്കിൽ പാട്ടിരാക്കൽ, ഏത് സംഘമാണെങ്കിലും അവർ ഒന്നോടൊന്ന് മികച്ച രീതിയിലുള്ള മാറ്റുരയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ടീമുകളുടെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ പുലിക്കളി സംഘങ്ങളുടെ എണ്ണം കൂടുതലാണ്. 9 ടീമുകളാണ് ഇപ്രാവശ്യം ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ആഘോഷം, അല്ലെങ്കിൽ ആ ചടങ്ങ്, ഈ ആഘോഷം കുറച്ചുകൂടി വലുതായി എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, നമ്മളത് കണ്ടതാണ്. പക്ഷേ ഈ വർഷം അതിൻ്റെ ഇരട്ടി, അതിലും ഇരട്ടി വലിയ രീതിയിലുള്ള ആഘോഷമാണ്. അതുകൊണ്ടാണ് 9 സംഘങ്ങളൊക്കെ ഇത്തവണ പുലികളുമായി രംഗത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വലിയ രീതിയിലുള്ള ആ ഒരു ആഘോഷം നമുക്ക് ഇവിടെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു, കൂടുതൽ വർണ്ണാഭമായ കാഴ്ച, കൂടുതൽ പുതുമ, കൂടുതൽ പുലികൾ ഇറങ്ങുന്നു, കൂടുതൽ നിശ്ചല ദൃശ്യങ്ങൾ വരുന്നു. ഇതൊക്കെ ആളുകളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഇത്രത്തോളം തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു പൂരത്തിൻ്റെ, ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രത്തോളം ആളുകൾ ഈ ഒരു നായ്ക്കനാൽ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിവിധ തരത്തിലുള്ള ടാബ്ലോ രൂപങ്ങൾ കടന്നു വരുന്നു. ഓരോ ടാബ്ലോകളും വളരെ വ്യത്യസ്തമാണ്. ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള രൂപങ്ങൾ ഒരുക്കി തന്നെയാണ് ഓരോ ടാബ്ലോകളും ഇറക്കിയിരിക്കുന്നത്. അതിൽ ടാബ്ലോകളിൽ രൂപങ്ങൾ മാത്രമല്ല, മനുഷ്യരും വ്യത്യസ്ത വേഷധാരികളായി തന്നെ ഈ ഒരു ടാബ്ലോയിൽ ഇരിക്കുന്നു. ഓരോ ടാബ്ലോവും നമുക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ടാബ്ലോകൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വയനാട് പശ്ചാത്തലത്തിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും ഒക്കെ സൂചന എന്നർത്ഥത്തോളമാണ് ഈ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മണ്ണിൽ കുതിർന്ന രീതിയിലുള്ള മുളകൾ വെച്ചിട്ടുള്ള ഈ ഒരു ടാബ്ലോ, ഇതെല്ലാം ഈ ഒരു വയനാട് ദുരന്തം ഉൾപ്പെടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മണ്ണിടിച്ചിലൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ടാബ്ലോകൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാം ഓരോ ചരിത്ര സംഭവത്തെ, അല്ലെങ്കിൽ ഓരോ പുരാണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ നിശ്ചല ദൃശ്യങ്ങളും ഈ എല്ലാ സംഘവും ഒരുക്കിയിട്ടുള്ളതെന്നാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കാര്യമായി പറയാനുള്ളത്.
അങ്ങനെയുള്ള വളരെ ആകാംക്ഷ ഉണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഓരോ സംഘവും നമുക്ക് ഇവിടെ കാഴ്ചവെക്കുന്നത്. അത് കാണാൻ വേണ്ടി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേരാണ് പുലികളിക്ക് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമായും കന്നിപ്പുലികൾ, യുവാക്കൾ, അതായത് യുവത്വം തുളുമ്പുന്ന ആളുകൾ, അവരാണ് ഇത്തവണയും ഈ ഒരു പുലികളിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റത് സ്വാഭാവികമായും അല്പം പ്രായം ചെന്ന കുടവയറുള്ള ആളുകളാണ് ഈ ഒരു പുലികളിയിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ, എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യുവാക്കൾ ഒരുപാട് പേർ ഇതിലേക്ക് ഇറങ്ങുന്നു, അതിന് താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ പുതിയ ആളുകൾ, കന്നിപ്പുലികളൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. മാത്രമല്ല പെൺപുലികളുടെ സാന്നിധ്യം അതെടുത്ത് പറയേണ്ടതാണ്. ഇന്ന് നമ്മൾ പല പുലിമടകളിലേക്കും എത്തിയപ്പോൾ അവിടെ പെൺപുലികളുടെ സാന്നിധ്യം കാണാനിടയായി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പെൺപുലികൾ ഇത്തവണ ഈ ഒരു പുലികളിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു സ്ത്രീകളുടെ ആ ഒരു പ്രാതിനിധ്യം, അവരുടെ സാന്നിധ്യമൊക്കെ കൂട്ടാൻ, ഈ ഒരു പുലികളിൽ കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇതിൽ പ്രായഭേദമില്ല, ജാതിഭേദമോ അത്തരത്തിലുള്ള ലിംഗഭേദമോ ഒന്നുമില്ലാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു പുലികളിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ ഒരു ആവേശം തന്നെയാണ്, അല്ലെങ്കിൽ തൃശ്ശൂർക്കാർ നൽകുന്ന ഒരു പിന്തുണ അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പുലികളിയിലേക്കൊക്കെ ഇറങ്ങാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ടാബ്ലോകൾ, വിവിധ തരത്തിലുള്ള ടാബ്ലോകൾ കാണാം. ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ളൊരു ടാബ്ലോ ആണ് കാണുന്നത്. ഒരു വീടും അതുപോലെ തന്നെ ഒരു മരവും അത്തരത്തിലുള്ള വർക്കേഴ്സും, ഈ ഒരു ഹരിതകർമ്മസേന പോലെയുള്ള വർക്കേഴ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കോർപ്പറേഷൻ്റെ വർക്കേഴ്സിനെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ടാബ്ലോകളാണ് ഓരോ സംഘങ്ങളും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പുരാണ കഥാപാത്രങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം. അത്തരത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ടുള്ള ടാബ്ലോകൾ ഓരോന്നായി കടന്നു വരുന്നു. ഇത്തരത്തിൽ പുരാണവുമായി ബന്ധപ്പെട്ട ഓരോ ടാബ്ലോകൾ കടന്നു വരുന്നു. അങ്ങനെ വിവിധ ഭാഷകളിലുള്ള, അല്ലെങ്കിൽ വിവിധ ചരിത്രങ്ങളിലുള്ള, വിവിധ പുരാണങ്ങളിലുള്ള ചരിത്രങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള രൂപങ്ങൾ, അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ടാബ്ലോകൾ അതൊക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ആളുകളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ഒപ്പം വലിയ ആവേശം നൽകുകയും ചെയ്യുന്നുണ്ട് ആളുകൾക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാളും ഇവിടെ നിന്ന് മടങ്ങുന്നില്ല. ഇത് പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ അവസാനത്തെ സംഘവും ടാബ്ലോയും പുലികളിയുമായി ചുവടുകളുമായി എത്തി അവർ മടങ്ങുന്നത് വരെ ഓരോ തൃശ്ശൂർക്കാരനും, അല്ലെങ്കിൽ ഓരോ പ്രേമികളും ഇവിടെ തടിച്ചുകൂടുന്നു. അവർ പോയതിന് ശേഷം മാത്രം വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. ഇനി കൂടുതൽ ഈ സസ്പെൻസുകൾ, അല്ലെങ്കിൽ കൂടുതൽ LED ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാബ്ലോകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വർണ്ണാഭമായ വെളിച്ചങ്ങൾ വിതറുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാബ്ലോകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഓരോ പുലികളി സംഘങ്ങളും ഓരോരുത്തരായി അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട്, അവരുടെ നൃത്തച്ചുവടുകൾ കാണിച്ചുകൊണ്ട്, അവരുടെ വയറിളക്കിക്കൊണ്ട്, ആളുകളെ ത്രസിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ആ ഒരു കാഴ്ച അത് ഇപ്പോൾ മണിക്കൂറുകളായി തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഏതാനും മണിക്കൂറുകൾ അത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. ആ സമയം മുഴുവൻ കാണികൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന് അടുത്തതെന്താണ്, അടുത്ത പുതുമ എന്താണ്, അടുത്ത പുലികൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി തന്നെ നിന്ന് അത് കണ്ട് മടങ്ങുന്നു, സംതൃപ്തി അടഞ്ഞ് മടങ്ങുന്നു, ആഘോഷിച്ച് ആവേശത്തോടു കൂടി മടങ്ങുന്നു എന്നുള്ളതാണ് ഈ പുലികളിയുടെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം. ഈ ഒരു വടക്കുംനാഥ ക്ഷേത്ര മൈതാനി മുഴുവൻ ആളുകളാണ് ഇന്ന് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് കളക്ടർ കോർപ്പറേഷൻ പരിധിയിൽ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ തിരക്കുകൾ കുറവായിരുന്നു, പുലിമടകളിലൊക്കെ തിരക്കുകൾ കുറവായിരുന്നെങ്കിൽ പോലും ഉച്ചയോടുകൂടി തന്നെ റൗണ്ട് പോലീസ് ബ്ലോക്ക് ചെയ്തതോടുകൂടി തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു സമയം മുതൽ, ഒരു 4:30 മുതൽ മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടി ഈ ഒരു വർണ്ണാഭമായ കാഴ്ച കാണാൻ വേണ്ടി, ഈ പുലികളെ കാണാൻ വേണ്ടി, അവരുടെ നൃത്തച്ചുവടുകൾ കാണാൻ വേണ്ടി, അവർ തയ്യാറാക്കിയ ടാബ്ലോകൾ കാണാൻ വേണ്ടി ഓരോ ആളുകളും, ഓരോ പുലിക്കളി പ്രേമികളും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ആ ഒരു കാഴ്ച അത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു അവസാനമില്ല. ഇത് ഈ പൂർണ്ണമായും അവസാനിക്കാതെ ആളുകളുടെ ഒഴുക്ക് നിലയ്ക്കുകയുമില്ല.
അങ്ങനെ അത്രത്തോളം നെഞ്ചുലേറ്റിയിരിക്കുകയാണ് തൃശ്ശൂർക്കാർ. തൃശ്ശൂർ പൂരത്തെ പോലെ ഈ ഒരു പുലികളിയും എന്നുള്ള എല്ലാ വർഷവും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ വർഷം മാത്രമാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്പം നിറം മങ്ങിപ്പോയത് എന്ന് വേണം പറയാൻ. പക്ഷേ അതിൻ്റെ ഇരട്ടി എന്നോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിറഭംഗിയോടുകൂടി തന്നെ നിറചാരുതയോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ പുലികളി വരുന്നത്. പുതിയ രീതിയിലുള്ള ടാബ്ലോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് പുതുമ ഉൾപ്പെടുത്തിയ പുതിയ ടെക്നോളജികൾ ഉൾപ്പെടുത്തിയൊക്കെ അതിൻ്റെ ഈ ഒരു പുതിയ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു സമന്വയിപ്പിച്ച ഭാവം ഒക്കെ നമുക്ക് ഓരോ ടാബ്ലോകളിലും കാണാൻ സാധിക്കുന്നു. ആളുകൾ സെൽഫി എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഏതാഘോഷവും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന തൃശ്ശൂർക്കാർക്ക് ഇതാ മറ്റൊരു ആഘോഷം എന്നുള്ളതാണ്. ഓരോ ആഘോഷം കഴിയുമ്പോഴും അടുത്ത ആഘോഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ തൃശ്ശൂർക്കാരും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാത്തിരിപ്പിന് വിരാമമില്ല. ഇത് കഴിഞ്ഞാൽ അടുത്ത ആഘോഷങ്ങൾക്കായുള്ള കാത്തിരിപ്പ് തുടരും. അങ്ങനെ ഓരോ ദിവസവും എണ്ണി അടുത്ത ആഘോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൃശ്ശൂർക്കാർക്ക് മുന്നിൽ ഇതാ ഓരോ പുലികളായി ഓരോ സംഘങ്ങളായി വളരെ വർണ്ണാഭമായ ആ ചുവടുകൾ വെച്ച് ചടുലമായ ചുവടുകൾ വെച്ച് കൃത്യമായ ചടുലതയോടുകൂടി തന്നെ ഈ ഒരു മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ഓരോ പുലികളും എഴുന്നള്ളുന്ന അല്ലെങ്കിൽ നൃത്തം വെച്ച് വരുന്ന ആ ഒരു കാഴ്ച അത് വളരെയധികം ആളുകളിൽ ആവേശമുണർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവാണ്. ഇപ്പോഴും ഈ ഒരു ജനക്കൂട്ടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. റൗണ്ട് മുഴുവൻ ഇപ്പോൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. പോലീസ് പല സമയത്തും ജനങ്ങളെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അത്രത്തോളം ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ടാബ്ലോ കടന്നു വരുമ്പോഴും പോലീസ് ജനങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം, ഈ ഒരു പുലികളി വരുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം, അത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വാഹന ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ അതുപോലെ തന്നെ അനാവശ്യമായ തരത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രസ്പാസിംഗ് ഒന്നും തന്നെ അനുവദിച്ചിട്ടില്ല. പോലീസ് കൃത്യമായ സ്ഥലങ്ങളിൽ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് ആളുകൾക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. റൗണ്ടിലേക്ക് കൃത്യമായി ആളുകൾക്ക് നടന്നെത്തി ഇതെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി തിരിച്ചു പോകാൻ വേണ്ട സൗകര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും ഇവിടെ എത്തി ഇത് കണ്ട് മടങ്ങുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സന്ധ്യാനേരത്ത് പോലും നമുക്ക് കാണാം അത്രത്തോളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. അത് പല വിഭാഗം ആളുകളുണ്ട്. ഈ തൃശ്ശൂർക്കാരുണ്ട്, തൃശ്ശൂരിന് പുറമെയുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, എന്തിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വരെ വിദേശീയർ വരെ ഈ ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായ പുലികളി കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. കടലും കടന്ന് ഇതിൻ്റെ ഈ ഒരു പുലികളിയുടെ മാഹാത്മ്യം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ നിരവധി വിദേശികളാണ് ഇത് കാണാൻ വേണ്ടി പല സോഷ്യൽ മീഡിയയിലുമൊക്കെ പുലികളിയെക്കുറിച്ച് കണ്ടറിഞ്ഞുമൊക്കെയാണ് പലരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഒരു ആദ്യത്തെ അനുഭവമാണ്. ഇത്തരത്തിലുള്ളൊരു കലാരൂപം ലോകത്തുണ്ടായിരുന്നു എന്നത് അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അത് ആദ്യത്തെ ഒരു അനുഭവമാണെന്നാണ് പലരും പങ്കുവെക്കുന്നത്. പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടറിഞ്ഞ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇങ്ങോട്ടേക്ക് ഇത് നേരിട്ട് കാണാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു പുലികളിയുടെ ഇപ്പോൾ ഒരു മാഹാത്മ്യം. അത് കടലും കടന്ന് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യത്യസ്തമായ ടാബ്ലോകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ സംഭാവനകൾ നമുക്ക് എത്ര വേണമെങ്കിലും സ്വീകരിക്കാം, അത്രയ്ക്ക് അങ്ങോട്ടും കൊടുക്കണമെന്ന് മാത്രം അത്തരത്തിലുള്ള മഹാത്മാഗാന്ധിയുടെയൊക്കെ വചനങ്ങൾ എഴുതി വെച്ച ടാബ്ലോകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓരോ ടാബ്ലോകളിലും ഓരോ മെസ്സേജും കൂടി ഓരോ സന്ദേശങ്ങൾ കൂടി ആളുകൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ ചിന്തിപ്പിക്കാനും ആളുകളെ ചിരിപ്പിക്കാനും ആളുകളെ സന്തോഷിപ്പിക്കാനും ആളുകളെ ആവേശഭരിതരാക്കാനും ഒക്കെ കഴിവുള്ള സംഘങ്ങളാണ് ഓരോ പുലികളി സംഘങ്ങളും. വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള സംഘങ്ങളാണ്. അപ്പോൾ എല്ലാ തവണയും പുതുമകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന സംഘങ്ങളാണ്. പലരും വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് പലരുടെയും ജീവൻ തന്നെ, അല്ലെങ്കിൽ പലരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ് ഈ പുലിക്കളി എന്നുള്ളത്. ഈ ഒരു സമയമായ കഴിഞ്ഞാൽ ഒരുപാട് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ തൃശ്ശൂരിലുണ്ട്. അവർക്കൊക്കെ ഒരു വരുമാന മാർഗം കൂടിയാണ് പുലിക്കളി എന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം വലിയ രീതിയിൽ കോർപ്പറേഷൻ അടക്കം പിന്തുണയ്ക്കുന്നു. മാത്രമല്ല തൃശ്ശൂരിലെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നു. എല്ലാവരുടെയും സഹകരണവും
അതുപോലെ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റൂ. തൃശ്ശൂർ പൂരത്തിലെ പോലെ തന്നെ അത്രത്തോളം ആളുകൾ എത്തുന്ന മറ്റൊരു ആഘോഷമായി പുലിക്കളി മാറിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഓരോരോ സംഘങ്ങളായി ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഈ സന്ധ്യ മയങ്ങുന്ന നേരത്ത് വർണ്ണാഭമായ ദീപങ്ങൾ തെളിയുന്ന കാഴ്ച നമുക്ക് ഓരോ ടാബ്ലോയുടെയും ഓരോ പുലികളി സംഘത്തിൻ്റെയും കൂടെ കാണാൻ സാധിക്കും. വരും മണിക്കൂറുകളിൽ അത് ഒരു പ്രകാശ പൂരിതമായി മാറുന്ന കാഴ്ച ഓരോ ഈ ടാബ്ലോകളും അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് മൊത്തം വർണ്ണാഭമായി മാറുന്ന വർണ്ണം വിതറുന്ന ആ ഒരു കാഴ്ച നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ പുലിക്കളി പ്രേമികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഓരോ സംഘങ്ങളുടെയും ടാബ്ലോകളും പുലികളും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഒരു 9 മണി വരെ ഇത്തരത്തിലുള്ള പുലികളി തുടരുമെന്നുള്ളതാണ്. അത് മുഴുവൻ കണ്ട് സംതൃപ്തി അടഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ആളുകൾ തിരിച്ചു പോകൂ എന്നുള്ളതാണ്. അതാണ് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഈ ഒരു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലും സ്വരാജ് റൗണ്ടിലും ജനനിബിഡമാണ്, ജനസാഗരമാണ് ഈ ഓരോ സംഘത്തിൻ്റെയും പുലികളികൾ കാണാനായി. ശരി, ഹരീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തോടെ തൃശ്ശൂർ ആ പുലികളി ഏറ്റെടുക്കുകയാണ്. വർണ്ണവിസ്മയങ്ങൾ ആ പുലികളിക്കൊപ്പം തന്നെ പ്രേക്ഷകർക്ക് കാണാനായി കാഴ്ചക്കാർക്ക് കാണാനായി, ആസ്വാദകർക്ക് കാണാനായി ഒരുക്കിയിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. എല്ലാ അധ്യാപകർക്കും യോഗ്യതാ പരിശോധന വേണം എന്ന സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഒരുങ്ങി സർക്കാർ. അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഈ വിധി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ നിലവിൽ സർവീസിലുള്ള അധ്യാപകരും അധ്യാപക യോഗ്യതാ പരീക്ഷ പാസ്സാകണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. ജോലിയിൽ തുടരാനും സ്ഥാനക്കയറ്റത്തിനും പരീക്ഷ നിർബന്ധമായും പാസ്സായിരിക്കണമെന്ന് മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അധ്യാപകർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടത്. 5 വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള സ്കൂൾ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷയായ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുനഃപരിശോധനാ ഹർജി നൽകുകയോ കൂടുതൽ വ്യക്തത തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയോ ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ടെറ്റ് യോഗ്യത നേടാത്തവർ അധ്യാപക ജോലി അവസാനിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി വിധിയിൽ പ്രതിപാദിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഒരു തൊഴിൽ മേഖലയിലെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ്. ഇന്ത്യയിലൊട്ടാകെ ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ ഭൂരിഭാഗം അധ്യാപകരെയും ഇത് ദോഷകരമായി ബാധിക്കും. എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. 5 വർഷം മാത്രം ബാക്കിയുള്ളവർക്ക് ഇളവ് നൽകിയിരുന്നു. ഭരണഘടന പ്രകാരം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കുന്ന നിയമങ്ങൾക്കാണ് മേൽക്കൈയുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്രിമിനൽ കേസുകളിൽ നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്ന കേരള ഹൈക്കോടതിയുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. സെഷൻസ് കോടതിയെ മറികടന്ന് ഹൈക്കോടതി നേരിട്ട് ജാമ്യം നൽകുന്നുവെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. വിഷയത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് നോട്ടീസ് അയച്ചു. നിയമവശങ്ങൾ പരിശോധിക്കാനായി കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ടവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കേരള ഹൈക്കോടതിക്കെതിരെ വിമർശനമുയർന്നത്. സെഷൻസ് കോടതിയെ മറികടന്ന പല കേസുകളിലും ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയാണ്. എന്നാൽ കേരള ഹൈക്കോടതിയിൽ മാത്രം അതുണ്ടാകുന്നില്ല എന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശിച്ചു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും പാലിക്കേണ്ട നടപടിക്രമങ്ങൾ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല. മുൻകൂർ അപേക്ഷയുടെ കാര്യത്തിൽ പാലിക്കേണ്ട രീതി ഹർജിയുമായി സെഷൻസ് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. സെഷൻസ് കോടതി നിരാകരിച്ചാൽ മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് എത്തേണ്ടത്. എന്നാൽ കേരളത്തിലെ കേസുകളിൽ നേരിട്ട് ജാമ്യഹർജി എത്തുന്നത് ഹൈക്കോടതിയിലേക്കാണ്. കീഴ്ക്കോടതികളെ മറികടന്ന് ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി നിയമവശങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. വിഷയത്തിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെയും നിയോഗിച്ചു. മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂഥ്രയാണ് അമിക്കസ് ക്യൂറി. വിഷയം ഒക്ടോബർ 14 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രേഖയായി ആധാർ കാർഡ് കൂടി പരിഗണിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പൗരത്വത്തിനുള്ള രേഖ ആധാർ അല്ലെന്നും എന്നാൽ തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഉത്തരവ് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നൽകിയ ഹർജികളിന്മേലാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ആധാർ കൂടി രേഖയായി പരിഗണിക്കണമെന്ന് RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. ആധാർ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം പൗരത്വത്തിനുള്ള തെളിവ് ആധാർ അല്ല. അതേസമയം ഒരാളുടെ വ്യക്തിത്വത്തെ തെളിയിക്കാൻ ആധാർ ഉപയോഗിക്കാവുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പാസ്പോർട്ട് പോലെ ആധാറിനെ കാണാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി പറഞ്ഞു. എന്നാൽ വ്യാജ പാസ്പോർട്ട് പോലെ വ്യാജ ആധാറൊക്കെ ഉണ്ടാക്കാം, അത് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അനധികൃത കുടിയേറ്റക്കാരായി നിരവധി പേർ ബീഹാറിലുണ്ടെന്നും അവരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അതുകൊണ്ടാണ് രേഖകൾ കർശനമാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ്, കെട്ടിട സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, പൗരത്വ രേഖ എന്നിവ ഉൾപ്പെടെ 11 രേഖകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഹാജരാക്കേണ്ടത്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ആധാർ കൂടി അംഗീകരിച്ചത്. നിലവിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. 7.24 കോടി വോട്ടർമാരിൽ 99.5% പേരും രേഖകൾ സമർപ്പിച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി നിലവിലെ ഉത്തരവ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ഉത്തരവ് പാലിക്കാൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഹർജികൾ ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനി M. ശോഭനയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 4-നാണ് വണ്ടൂർ തിരുവാലി സ്വദേശിനി ശോഭനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അബോധാവസ്ഥയിലായ 54-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ശോഭന ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി. രോഗം സ്ഥിരീകരിച്ച ശേഷം തിരുവാലിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. രോഗബാധിതരായ 2 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം മരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1 മാസത്തിനിടെ മരിച്ചവരുടെ എണ്ണം 5ആയി. രോഗം സ്ഥിരീകരിച്ച 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേർ കുട്ടികളാണ്. മുതിർന്ന 8 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഒരാൾ രോഗമുക്തമായതിനാൽ ഉടൻ ഡിസ്ചാർജ് ചെയ്യുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് കുമ്പള ദേശീയപാതയിൽ താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മാണത്തിനെതിരെ വൻ ജനകീയ പ്രതിഷേധം. സമരത്തിന് നേതൃത്വം നൽകിയ മഞ്ചേശ്വരം MLA അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ടോൾ ഗേറ്റ് പരിസരത്ത് സമരക്കാരെ പോലീസ് തടഞ്ഞത് മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനും ഇടയാക്കി. ദേശീയപാത നിയമപ്രകാരം 60 കിലോമീറ്റർ കഴിഞ്ഞു മാത്രമേ മറ്റൊരു ടോൾ ഗേറ്റ് പാടുള്ളൂവെന്ന ചട്ടം ലംഘിച്ചുകൊണ്ട് കുമ്പള ആരിക്കാടിയിൽ താൽക്കാലികമായി പണിയുന്ന ടോൾ ഗേറ്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തിയ ബഹുജന മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരും വരെ നിർമ്മാണങ്ങൾ നടത്തില്ലെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കരാർ കമ്പനി വീണ്ടും ടോൾ ഗേറ്റ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതാണ് വൻ ജനകീയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ബഹുജന മാർച്ച് ടോൾ ഗേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസും സമരക്കാരും തമ്മിൽ ദേശീയപാതയിൽ ഉന്തും തള്ളുമുണ്ടായി. സമരം തുടരുമെന്ന മുന്നറിയിപ്പ് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ 22 കിലോമീറ്റർ ഇനും ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പൊറപ്പിക്കില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ അധ്വാനവും നിങ്ങൾ ഏത് രീതിയിലാണ് പിന്നെ ദുംസനം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. ടോൾ ഗേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കും. സംസ്ഥാന അതിർത്തിയിലുള്ള തലപ്പാടി ടോൾ ഗേറ്റിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായാണ് മാനദണ്ഡങ്ങൾ മുഖവിലക്കെടുക്കാതെ കരാർ കമ്പനി താൽക്കാലിക ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. സമരത്തിന് നേതൃത്വം നൽകിയ മഞ്ചേശ്വരം MLA AK മഷറഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, കാസർഗോഡ്.
സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. സിനിമയെന്ന് കേട്ടാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിയാണുള്ളതെന്നും ഫിയോക്ക് പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു. ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന സിനിമാ സൗഹൃദ കൂട്ടായ്മയിലാണ് ഫിയോക്കിന്റെ വിമർശനം. മലയാള ചലച്ചിത്ര രംഗത്തെ വിവിധ സംഘടനകളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിനിമാ സൗഹൃദ ഓണം സംഘടിപ്പിച്ചത്. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തോമസ്, കേരള ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് അംഗവും അമൃത TV ബിസിനസ് ഹെഡുമായ ആർ ശിവകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ, ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇപ്പം തന്നെ GSTയുടെ പുനഃസംഘടന നടന്നു. സിനിമാ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്ന് വരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാനും മുൻനിരയിൽ ചേംബർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.